അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. മോനെ അതിൽ കണ്ടാൽ ഇതായിപ്പോ ഇവിടെ കുത്തിരിക്കും, ഇവിടെ കുത്തിരിക്കും, ഇവിടെ കുത്തിരിക്കും. അപ്പം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് നിങ്ങൾ അറിയോ മക്കളെ? നിങ്ങൾ പിന്നെ ഹെഡിങ്ങിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറയാൻ വേണ്ടി വന്നത് ഈ മുസ്ലിമിൻ്റെ ഇതിൽ ഒരുപാട് മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ജാമ്യത ടീച്ചർ പറയുന്നതിൻ്റെ തൊട്ട് അതിൽ ഞാൻ യോജിക്കും. അത് ഭാഗം പറഞ്ഞൊന്നുമല്ല, കുറേ ഊറും ആയത്ത് വെച്ച് പറയുന്നത് തന്നെയാണ്. ഉസ്താദുമാറും ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഊറും ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. കുറേ ഞാൻ അവരോട് യോജിക്കുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് യോജിച്ചാലും കംപ്ലീറ്റ് യോജിക്കാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കംപ്ലീറ്റ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോകം കുട്ടിച്ചോറായിപ്പോവും. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഞാൻ ഓരോടെ യോജിക്കാത്ത. വേറൊന്നുമല്ല, ഓറും വളരെ ശരി തന്നെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് വിളിച്ച് പറഞ്ഞാൽ നമ്മളെ ലോകത്തുള്ള മുസ്ലിങ്ങൾ കുട്ടിച്ചോറായിപ്പോവും. അയ്യോ, പിന്നെ നമ്മളെ ഹലാലും ഹറാമും അങ്ങ് മാറ്റി വെച്ച് പോകും. ആര് ജനങ്ങളെ കൊണ്ട്. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങാനും പറ്റൂല. കപ്പും കൊള്ളയും കഥയും അതും മറ്റേതും കഞ്ചാവും അതൊന്നും പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അധികം അങ്ങ് പറയണ്ടെന്ന് ടീച്ചറോട് ഞാൻ പറയലുണ്ട്. പറയാൻ നല്ല ഒരു പറ നല്ല ഉള്ള തന്നെയാണ്. അപ്പോൾ നമ്മളെ മതത്തിൽ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്തു തരും, ലാസ്റ്റ് തൗബ ചെയ്താൽ മതി എന്നാണ് നമ്മളെ മതം പറയുന്നത്. ഞാൻ അതിനൊന്നും ലംഘിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു വീഡിയോസ് കേൾക്കണം. അസ്സലാമലൈക്കും. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്ന ഷക്കീല എന്ന് പറയുന്ന ഒരു സഹോദരി താൻ തന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയ സകല പാപങ്ങൾ പൊറുക്കാനും പടച്ചിറപ്പിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് മടങ്ങി ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പരിശുദ്ധ ഹറമിലേക്ക് ഉംറ കർമ്മം നിർവഹിക്കാൻ പോയതിന്റെ ആ വാർത്തകൾ വലിയ രീതിയിൽ ഓറ് തൗബ ചെയ്തത് ഓറ് മറ്റുള്ളവരെ വഞ്ചിച്ചതല്ല, ചതിച്ചതല്ല, മറ്റുള്ളവരെ കട്ടതല്ല, കൊള്ളത്രം പറഞ്ഞതല്ല. ഓറ് അഭിനയിച്ചിട്ട് ഓറ ശരീരത്തോടു കൂടിയാണ് ഓളെ അഭിനയിച്ചത് അല്ലേ? ഓളെ ശരീരത്തിനോട് കൂടിയാണ് ഓൾ അഭിനയിച്ചത്. അഭിനയിച്ചാൽ അത് നമ്മളെ സകല തെറ്റുകളും അള്ളാഹു പുറത്തു തരാൻ പറയാൻ കാരണം നമ്മളെ സ്വയം തടിയോട് വല്ല തെറ്റും ചെയ്തു പോയാൽ അത് അള്ളാഹു പുറത്തു തരുന്നതാണ്. എല്ലാണ്ട് കേക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക്. പക്ഷെ വീണ്ടും ഞാൻ അവർ നന്നായി ഇപ്പം തൗബ ചെയ്ത് നന്നാവാൻ പോയിട്ടുണ്ട്. ഞാൻ അവരെ ലംഘിച്ച് പറയുന്നതല്ല. പക്ഷെ ഈ ഇങ്ങനെ കണ്ട വാർത്ത പറയുന്ന എവനോടും ഷംനാദ് എന്ന് പറയുന്ന അവനും പിന്നെ ഇത് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ പുറത്തു തരുമെന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നത് ആളോട് ഞാൻ പറയും, ഷംനാദെ എന്നോട് ഞാൻ പറയാണ്, ഇത്രമാത്രം നീ വിളിച്ചു പറഞ്ഞാൽ പറയുമ്പോൾ പലതും പറയണമായി. ഞാൻ പറഞ്ഞുതരാം അടുത്ത്. ആ വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായി മാറി. ആ ഒരു വാർത്ത സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം അവർ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ്. പർദ്ദ ധരിച്ച് തലയിൽ മക്കരയും ഇട്ട് അവർ ആ പരിശുദ്ധ ഹറമിലേക്ക് ഉംറ കർമ്മം നിർവഹിക്കാനായി ആ എയർപോർട്ടിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ച ലക്ഷക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിക്കാം. അത് ഓറ് പിന്നെയും ഉംറയും ചെയ്യുന്നല്ല കാണുന്നത്. ഞാൻ പറഞ്ഞാടൊക്കെ ഇസ്ലാമിന്റെ മനോഹാരിത അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, ഏത് വലിയ പാപങ്ങളും ഏത് വലിയ വൻ പാപങ്ങളും പൊറുക്കുന്നവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ചെയ്തു പോയ സകല പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ആ പടച്ചിറപ്പിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ തീർച്ചയായും പടച്ചിറപ്പ് അത് പൊറുക്കുക തന്നെ ചെയ്യും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവരാണ്, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവരാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ എനിക്ക് ഈ വാക്ക് തന്നെ അവനിൽ നിന്ന് കിട്ടേണ്ടത്. ഞാനല്ലാണ്ട് ഓളിപ്പം നന്നായി ഓളെ കുറവ് കാണിക്കാനോ അല്ലെ നന്മ കാണിക്കാനോ ഒന്നുമല്ല. ഈ എന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ പുറത്തു തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് കമൻറ്റ് വിട്ടു കൊടുത്ത് കൊണ്ടിരിക്കില്ല. കമൻറ്റ് വിട്ടു കൊടുത്തിക്ക്. പക്ഷെ നിങ്ങൾ എന്ത് വിവരക്കേടാ വിളിച്ച് പറയുന്നത്? എന്ത് വിവരക്കേടാ നിങ്ങൾ വിളിച്ച് പറയുന്നത്?
ഇങ്ങനെ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സമൂഹത്തിൽ എല്ലെങ്കിൽ തന്നെ 5 കള്ളനെ പിടിച്ചാൽ 4 കള്ളൻ ആരാ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയാണ്ട് തന്നെ അല്ലേ. ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹുവിനോട് തൗബ ചെയ്താൽ മതി നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ മുസ്ലിങ്ങൾ കുട്ടിച്ചോറാവൂലേ? അല്ലേ, എല്ലാ ഹലാലും ഹറാമും പഠിച്ചതും അറിഞ്ഞതുമായ മുസ്ലിങ്ങൾ തന്നെയാണ് എല്ലാം കാട്ടിക്കൂട്ടുന്നത്. അങ്ങനത്തെ ഇതും കൂടി വിളിച്ചു പറഞ്ഞാലോ? കുഞ്ഞുമോനെ ഷമാദല്ല അവനെ പോലെ കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, അല്ല പുറത്തിടും പറഞ്ഞിട്ട്. ഈ സിനിമാ നടിക്ക് പുറത്ത് കൊടുത്തത് തൗബ ചെയ്യുമ്പോൾ സിനിമാ നടി അവരതായ ശരീരത്തോട് പറഞ്ഞു പോയതും ചെയ്തു പോയതും കൂട്ടിക്കോട്ടതുമായതാണ്, കാട്ടിക്കൂട്ടിയത് അഭിനയങ്ങൾ, അതാണ് അവർ തൗബ ചെയ്യാൻ വേണ്ടി പോയത്. അല്ലാണ്ട് എല്ലാ തെറ്റ് ചെയ്താൽ അള്ളാഹു പുറത്തു തരൂന്ന് നിങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ എന്താ കാരണം? ഒരാളെ വഞ്ചിക്കുക, ഒരാളെ ചതിക്കുക, മോശമായിട്ട് ചിത്രീകരിക്കുക, ഒരാളെ കക്കുക, വ്യഭിചരിക്കുക, ഉമ്മാനും ഉപ്പാനെയും തല്ലുക, അങ്ങനെ പറയേണ്ട എല്ലാ ചെറ്റത്രം ചെയ്ത് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാനാ പറയുന്നത്? തൗബ ചെയ്യാനാ പറയുന്നത്? അല്ല അങ്ങനല്ല പറഞ്ഞത്. അല്ല അങ്ങനല്ല. എടോ എന്നാ ഉമ്മാനെ ഓനിക്ക് ബുദ്ധിയുള്ള സമയത്ത് ഉമ്മാനെ അടിച്ച് കൊന്ന് അടുപ്പിലാക്കിയിട്ട് ഓനിക്ക് പുറത്തു പോയിക്കൂടെ? പിന്നെ ഉമ്മാന്റെ കാലിന്റെ അടി സ്വർഗം പിന്നെ എന്തിനാ പറയുന്നത്? ഉമ്മാന്റെ കാലിന്റെ അടി സ്വർഗം, ഉമ്മാനോട് ചേന്നുള്ള വാക്ക് പോലും പറഞ്ഞു പോകരുതെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ഓനിക്ക് തൗബ ചെയ്താ പോരെ, എന്നാല് ഓനിക്ക് തൗബ ചെയ്താ പോരെ? ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് കാണുമ്പോ അടിച്ചങ്ങ് കൊന്നിട്ട് എനിക്ക് പുറത്തു പോയാ പോരാ, എന്നിട്ട് എനിക്ക് തൗബ ചെയ്താ പോരെ? അങ്ങനെയാണ് അല്ല പറഞ്ഞ? അങ്ങനെ അല്ല പറഞ്ഞതുപോലെ പറഞ്ഞ് വീഡിയോ ചെയ്യണം. എനിക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല, ഈ ലോകത്തിന് വേണ്ടി സംസാരിക്കുന്ന ഞാൻ. ഈ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ ഹിന്ദുക്കൾ പറയുന്നുണ്ട് നിങ്ങളെ മതം എങ്ങനെയാണ്, എന്ത് ചെയ്താലും പടച്ചവനോട് പറഞ്ഞാൽ മതി, എന്ത് പറഞ്ഞാലും കളിച്ചാലും പടച്ചവനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുത്തേരും പിന്നെ കളിക്കുന്നതിന് എന്താ? അവർ പറഞ്ഞിട്ടുണ്ടോ? ശരിയല്ല. അവര് പറഞ്ഞ 100 വട്ടം ശരിയാ. പിന്നെ ഒരാളെ കക്കുക, ഒരുപാട് മറ്റുള്ള വീട്ടിൽ പോയിട്ട് അത്തിരി അവരെ വസ്തുക്കളായാലും സ്വർണങ്ങളായാലും പണങ്ങളായാലും കട്ട് കൊണ്ടുവരിക, ഇത് ലാസ്റ്റ് ഒന്നും പോയില്ല അല്ലേ? ഇതാണ് ഇസ്ലാം പറഞ്ഞത്? ഇതാണോടെ പറഞ്ഞത്? ഒരാളെ കൊണ്ട് മോശമായിട്ട് ചിത്രീകരിപ്പിക്കുക. എന്നെ കൊണ്ട് ഇനിയിപ്പോ മലപ്പുറം പച്ച നുണ പറഞ്ഞിട്ടില്ല. മാധ്യമത്തിൽ വന്നിട്ട് ഞാൻ ഓളെ ഗ്രൂപ്പിലുണ്ടേനും പിരിച്ചു വിട്ടത് ആനിയ കുതിര മറ്റേ എന്തെല്ലാം 75 വയസ്സ് 80 വയസ്സെന്നെല്ലാം പറഞ്ഞ പച്ച നുണയല്ലേ അത്? ഇങ്ങനെ ഒരാളെ കൊണ്ട് പറഞ്ഞിട്ട് ഓള് തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും? നിങ്ങളെന്നാ ഇപ്പൊ പറയുന്നുണ്ടോ? നമ്മളെ ഇസ്ലാമിൽ അങ്ങനെ ഒന്നല്ല പറഞ്ഞത്. നമ്മളെ ഇസ്ലാമിൽ അങ്ങനല്ല പറഞ്ഞത്. എന്ത് ഈ ഷമാദ ഇങ്ങനൊന്നും ലോകത്ത് വിളിച്ചു പറയ എല്ലാ തന്നെ മുസ്ലിങ്ങൾ വഷളായി പോകുന്നു. അങ്ങനത്തെ ഈ സമൂഹത്തിൽ ഇങ്ങനെ വിളിച്ചു പറയല്ല. പിന്നെ മറ്റുള്ള അമുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കാരണമല്ലേ? ഓലിത് കേൾക്കുമ്പോൾ ഓലിക്ക് അറിവില്ലാത്തവർക്കും കൂടി അറിവ് പറഞ്ഞു കൊടുക്കുന്നതല്ലേ? ഒരു ദീൻ ഇങ്ങനെയാണ്, ഇസ്ലാം ഇങ്ങനെയാണ്, മുസ്ലിം ഇങ്ങനെയാണെന്ന് കാട്ടിക്കൊടുക്കുന്നതല്ലേ നിങ്ങളും കൂടിയിട്ട് അല്ലേ? എന്ത് തെറ്റ് ചെയ്തു? ഇതിപ്പം ഒരു കുടുംബത്തിൽ 5 ആൾ 6 ആളെ കൊന്ന് ഓനിക്കും തൗബ ചെയ്താ സ്വർഗ്ഗാവുന്നു. എടോ എന്നാ ബാല്യകാലം തേച്ച് അങ്ങനെ കാട്ടിക്കൂട്ടാ പോരെ? അങ്ങനെ അല്ല പറഞ്ഞിക്ക. നിങ്ങൾ ഇത് എന്ത് തെറ്റ് ചെയ്താലും പിന്നെ അല്ല പുറത്തു തരും. അതാണ് നമ്മളെ ഇസ്ലാം, അതാണ് നമ്മളെ ദീന്, അതാണ് അല്ല പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് എത്ര ആള് അങ്ങനത്തെ കൊലക്കേസും കള്ളത്തരും കമ്മട്ടും നടക്കും? അത് നടപ്പിക്കുന്ന ആരങ്ങളല്ലേ? അറിവില്ലാത്തവർക്കും കൂടി ഇത് വിളിച്ചു പറഞ്ഞു കൊടുക്കണ. ഇങ്ങക്ക് വിളിച്ച് പറയാ മക്കളെ, സ്വന്തം ശരീരത്തോടു കൂടി അല്ല തൗബ വെച്ചെന്തിനാ? മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞിട്ടും കട്ടിറ്റും പഞ്ചിച്ചും തല്ലിയിട്ടുള്ളത് തൗബയല്ല പറഞ്ഞത്. നമ്മളെ സ്വയം ശരീരത്തോട് വല്ല തെറ്റും ചെയ്തു പോയാൽ അത് നിങ്ങൾക്ക് പശ്ചാപ്പിച്ച് തൗബ ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പിന്മാറാന്നാ അല്ല പറഞ്ഞിട്ടുള്ളൂ. എല്ലാണ്ട് ഇങ്ങനെ കണ്ട തെറ്റെല്ലോ ചെയ്താൽ ഞാൻ പുറത്തിരുന്നല്ല പറഞ്ഞത്. ഇതിങ്ങനെ ഇനി അള്ളാഹ് പറഞ്ഞിട്ട് കൂട്ടിക്കോ. ഇത് സമൂഹത്തിൽ വീണ്ടും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പണ്ടേത്തെ മൊയ്ലാമാറൊന്നും വിളിച്ചു പറഞ്ഞ ആള് കേട്ടിട്ടില്ലല്ലോ. ഞാൻ എന്റെ 10 വയസ്സിലെ വയല് കേൾക്കാൻ പോകുന്നു. ഇതൊന്നും മൊയ്ലാമാർ വിളിച്ചു പറഞ്ഞ പണ്ടൊന്നും വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടെങ്കിൽ വിളിച്ചു പറയൂലേ? എന്തെന്നാ ഷമാദെ പറയുന്നത്? ഷമാദിനെ മാത്രമല്ല, ഷമാദിനെ പോലത്തെ കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, മനയിൽ കണ്ട വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എന്നാലും ഇപ്പം അതിന് വളർന്നു വരുന്ന കുട്ടികൾ ഇത് കാണുന്നില്ലേ? ഞാക്ക് എന്തും ചെയ്യാ. ഞാക്ക് ബാല്യകാലാണല്ലോ നമ്മളെല്ലാം കാട്ടിക്കൂട്ടുക. ബാല്യകാലം ഞാക്ക് എന്തും ചെയ്യാ, എന്തും താക്കുന്നത്. ഞാക്ക് ലാസ്റ്റ് തൗബ ചെയ്ത് കഴിഞ്ഞാൽ മതി, ഞാക്ക് ലാസ്റ്റ് അള്ളഹാനോടെല്ലാം പിന്മാറിയേക്കെന്ന് പറഞ്ഞാൽ മതി എന്ന് കരുതൂലേ ഓല്? എന്ന് കരുതിക്കൊണ്ടല്ലേ ഓല് ജീവിക്കുക? ഇതിപ്പോ ഉസ്താദ് വിളിച്ചു പറഞ്ഞതിൻ്റെ തൊട്ട് എന്ത് വിളിച്ചു പറഞ്ഞ? പെണ്ണുങ്ങൾ അങ്ങനെ ആക്കണം, പെണ്ണുങ്ങൾക്ക് സുഖമില്ലെങ്കിൽ രോഗമില്ലെങ്കിൽ ഭർത്താവിന് കടന്നു കൊടുക്കണം, ഭർത്താവ് അങ്ങനെ എന്ന് വിളിച്ച് ഉസ്താദുമാർ പറയുന്നത് കൊണ്ടല്ലേ ഇന്ന് മരണം സംഭവിക്കുന്ന പെണ്ണുങ്ങൾക്ക്.
ഇന്ന് ഭൂരിപക്ഷം പെണ്ണുങ്ങൾ തൂങ്ങി മരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ? ഈ ഉസ്താദുമാർ ഭർത്താവിന്റെ കീഴിൽ ഭർത്താവിന് അനുസരിക്കണം, ഭർത്താവ് ഇങ്ങനെ. ഭാര്യന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും അവരെ കഷ്ടപ്പാടും ഒന്നുമില്ല. അതെല്ലാം നിങ്ങൾ സഹിച്ച് ആണുങ്ങളെ കാലിന്റെ അടിയിൽ ജീവിച്ചോളാന്ന് വിളിച്ചു പറയുന്ന ഉസ്താദുമാർ വിളിച്ചു പറഞ്ഞില്ല ഇപ്പൊ മരണങ്ങൾ സംഭവിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിന് വേണ്ടി സംസാരിക്കുന്ന, ഞാൻ ദീനിന് വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ വീഡിയോസ് കാണുന്നവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് പെണ്ണുങ്ങൾ എന്നോട് പറഞ്ഞ് ഉസ്താദ് അങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറയുന്നത് കൊണ്ട് ഞങ്ങളെ ഭർത്താക്കന്മാരെല്ലാം വന്നിട്ട് ഞങ്ങളെക്കൊള്ള കയറുന്നതെന്ന്. ഉസ്താദ് അങ്ങനെ പറഞ്ഞിരിക്കും, ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരിക്കും. മറിച്ച് ഒരു സുഖയില്ലാണ്ട് കിടക്കാൻ പറ്റുന്നില്ല, കിടന്നു കൊടുക്കാനാ പറയുന്നത്, എനിക്ക് കിടന്നു കൊടുക്കാനാ പറഞ്ഞത്. ഇതെല്ലാം ഉസ്താദ് പറഞ്ഞിരിക്കും, എനിക്ക് ഭാര്യയ്ക്ക് എത്ര സുഖമില്ലെങ്കിലും കിടന്നു തരണമെന്ന്. ഇതെല്ലാം ഒരുപാട് പെണ്ണുങ്ങൾ നേരിൽ എന്നോട് പറയുന്നു പൊന്നുമക്കളെ. അതേപോലെയാണ് ഈ പറയുന്നത്, എന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ പുറത്തു കൊടുക്കൂ. ഇങ്ങനെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു കുഞ്ഞുമക്കളെ ലോകം കുട്ടിച്ചോറാവൂല. എന്നാ പിന്നെ ഭാര്യനെയും ഭർത്താവിനെയും വെച്ച് ഭാര്യക്ക് വഞ്ചിക്കുന്നതെന്താ, വ്യഭിചരിക്കുന്നതെന്താ? അള്ള പുറത്തു കൊടുക്കൂല. ഭാര്യനെയും വെച്ച് ഭർത്താവ് വ്യഭിചരിക്കുന്നതെന്താ? അള്ള പുറത്തു കൊടുക്കൂല. എന്തെന്നാടേയും വിളിച്ചു പറയുന്നത് അല്ലേ? ഞാനിപ്പോ എന്റെ അയൽ വീട്ടിൽ പോയിട്ട് എന്നാൽ എല്ലാം ഞാൻ മോഷ്ടിച്ച് എനിക്ക് കൊണ്ടുവരാം അല്ലേ? എന്നാ അള്ള പുറത്തു തരുമല്ലോ. അള്ള പുറത്തു തരൂല ഇല്ലേ? എന്നാ എനക്ക് എന്റെ ഉമ്മ വെച്ച് പോയിക്ക് എന്റെ ഉമ്മാനെ അടിച്ച് അടുപ്പിലാക്കിയിട്ട് എനിക്ക് കീഞ്ഞു പോവാ. എനക്ക് അള്ള പുറത്തു തരൂല. എനിക്ക് ചെയ്താനെന്താ? ഇത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കേട്ടാൽ എന്തുണ്ടാവും അവസ്ഥ? ഇങ്ങനത്തെ എല്ലാം പരമർശം രൂക്ഷമായിപ്പോ നിങ്ങളൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഏതെങ്കിലും ബേളന്മാരെ നിങ്ങൾ എന്ത് കേട്ടാലും ഏതെങ്കിലും കമന്റ് ഇടുന്ന ബേളന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. നിങ്ങളെ വീട്ടിൽ മക്കളുണ്ട്, നിങ്ങൾക്ക് കുടുംബമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് നിങ്ങളെ മക്കൾ നിങ്ങളോട് ചെയ്യൂ. ഞാക്ക് ലാസ്റ്റ് തൗബ ചെയ്താൽ ഞാൻ മതി, അള്ള എല്ലാം പുറത്തു തരുമല്ലോ. ഞാക്ക് ലാസ്റ്റ് തൗബ ചെയ്താൽ ഞങ്ങൾ മറ്റുള്ള കക്കട്ടെ, വഞ്ചിക്കട്ടെ, വ്യഭിചരിക്കട്ടെ, ഞങ്ങൾ ഉമ്മാൻ അങ്ങനെ ചെയ്യട്ടെ, ഉപ്പാൻ ഇങ്ങനെ ചെയ്യട്ടെ, ഇളയറ്റിങ്ങൾ അങ്ങനെ ചെയ്യട്ടെ, മൂത്തോൾ ഇങ്ങനെ ചെയ്യട്ടെ, ഞാക്ക് ലാസ്റ്റ് തൗബ ചെയ്താൽ വയ്യല്ലോ എന്നല്ലേക്കും വളർന്നു വരുന്ന കുഞ്ഞുമക്കളും കണ്ടു വളരുക അല്ലേ? ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്ന മക്കളെ, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞാൻ. എനിക്ക് ഒന്നുമില്ല. എനിക്കൊരു 4 നേരം ഫുഡും കഴിച്ച് ഇവിടെ കുത്തിരിക്കാൻ എനിക്കുള്ളൂ. നിങ്ങളെ മുന്നിൽ എന്ത് ആൾക്കാർ ക്ഷമാത ഇങ്ങനെ ഞാൻ ഇന്നെ കുറ്റം പറഞ്ഞതല്ല. ഇങ്ങനെ ഇനി വിളിച്ച് പറയുമ്പോൾ ഇനി എന്ത് പറയണം? ഞമ്മക്ക് അള്ളാഹു തൗബ വെച്ചത് എന്തിനാടോ? നിങ്ങൾ ഉള്ളതുപോലെ വിളിച്ചു പറ. അള്ള തൗബ വെച്ചത് പത്താളെ കൊന്നിട്ട് ഉമ്മാനെ കൊന്നിട്ട് ഉപ്പാനെ കൊന്നിട്ടും വ്യഭിചരിച്ചിട്ടല്ല തൗബ വെച്ചത്. നമ്മളെ ശരീരത്തോട് വല്ല തെറ്റും ചെയ്തു പോയിക്കൊണ്ടെങ്കിൽ അത് തൗബ ചെയ്ത് അള്ളാഹു പുറത്തു തരും. നല്ല രീതിയിലേക്ക് ഞാൻ പിന്മാറുന്നുണ്ട് എന്ന് അള്ള പറഞ്ഞത്. അങ്ങനെ എല്ലാണ്ട് കണ്ടവരെ കൊന്നിട്ട് ഉപ്പാനുമ്മാനും കൊന്നിട്ട് മറ്റോലെ കട്ടിട്ടുള്ള തൗബയല്ല പറഞ്ഞത്. വിവരം പറയണ്ട കേട്ടോ. എനക്ക് അധികം പറയുമ്പോൾ അധികമായിപ്പോകും. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന എൻ്റെ ബേളന്മാർ, ഈ കമന്റ് ഇടുന്ന ചില ബേളന്മാരുണ്ട്. 95% നല്ല ആൾക്കാരാണ്. ഈ 5 ബേളന്മാരുണ്ട് നമുക്ക് കമന്റ് ഇടുന്നത്. ധൈര്യം തലയും തലച്ചോറില്ലാത്ത നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. തീരെയും തലച്ചോറും വിവരവും ഇല്ലാത്ത ഓലിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു. ഓലോടാ പറയുന്നത്, ഓല് കേൾക്കുക ഞാൻ പറയുന്നത്. ക്ഷമാതെ അല്ലാത്ത തന്നെ തലയും തലച്ചോറില്ലാത്ത ബേളന്മാർ ഓല് കൂടിയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ലോകത്ത് കുട്ടിച്ചോറാവൂല. നമ്മളെ ദീനിനെ പറ്റി അങ്ങനെ നിങ്ങൾ വിളിച്ച് പറയല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിലും വിളിച്ച് പറയല്ല നിങ്ങള്. പിന്നെ അവർക്ക് എന്തും കാട്ടിക്കൂട്ടൂല. ഞാക്ക് തൗബ ചെയ്താൽ മതി. നിങ്ങളിപ്പോ ഒരു വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും, ഡോളറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും. ഇത് സമൂഹത്തിൽ അത് മോശക്കാടായി വരുന്നുണ്ട്. സമൂഹം കുട്ടിച്ചോറാവാൻ കാരണമാകുന്നുണ്ട് അത്. നിങ്ങൾ ഈ സംസാരം എന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ അങ്ങനെയാണ്, എന്ത് തെറ്റ് ചെയ്താലും പുറത്തു തരുമെന്ന്. അങ്ങനെ എന്ത് ചെയ്ത് തെറ്റാലും പുറത്തു തരുമെന്നല്ല, എല്ലാത്തിനും ശിക്ഷയുണ്ട്. എന്നെ കൊണ്ട് ഇപ്പൊ ആരിഫ പറഞ്ഞില്ല, എന്നെ കൊണ്ട് തന്നെ ആരിഫ പൊരുത്തപ്പെടിക്കണം. ഇല്ലെങ്കിൽ അള്ള പുറത്തു കൊടുക്കൂല. എന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, അള്ള പുറത്തു കൊടുക്കൂല. ഞാനിപ്പോ എന്റെ അൽവാസിന്റെ പല സാധനങ്ങളും ഞാൻ എടുത്തു കൊണ്ടുവന്ന് പലതും ഉണ്ടാക്കി ഒന്ന് കൂട്ടിക്കോ. അത് അവര് പൊരുത്തപ്പെടണം എനിക്ക്, എന്നാൽ അവർ പൊരുത്തപ്പെടുള്ളൂ. എന്റെ ഉമ്മാനും ഉപ്പാനും ഞാൻ ആക്രമിച്ചോ, അവര് പൊരുത്തപ്പെട്ടാലാ എനിക്ക് പൊരുത്തം അള്ളാഹു തരുള്ളൂ. എല്ലാണ്ട് കണ്ടമാൻ എല്ലാ തോന്നിവാസം കാട്ടിക്കൂട്ടിയിട്ട് അള്ള തോപ ചെയ്താൽ അള്ള പുറത്തിരുന്ന് എന്നല്ല പറയണ്ടേ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. സ്വയം തടിയോട് വല്ല തെറ്റും ചെയ്തു പോയിക്കുണ്ടെങ്കിൽ അള്ളാഹു പുറത്തിരുന്നാ പറഞ്ഞത്. അല്ലാണ്ട് മറ്റുള്ളവരെ പറഞ്ഞതെല്ലാം പുറത്തിരുന്നല്ല. എന്താ പറയേണ്ടത്? പറഞ്ഞു പോവും മക്കളെ. ഇങ്ങനെല്ലാം പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ പിടിക്കാത്തത്, ഈ 5 വേളന്മാർക്ക്. ഓക്കെ മക്കളെ, അതുകൊണ്ട് ക്ഷമാതെ ഇങ്ങനത്തെ ഒന്ന് ലോകത്തോട് വിളിച്ച് പറയാമോ? ഞാൻ പറഞ്ഞിട്ടുള്ള മര്യാദയിൽ പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ മറ്റുള്ളവരോട് കാട്ടിക്കൂട്ടുന്നതും ചെയ്യുന്നതുമായ തെറ്റുകളൊന്നും അള്ളാഹു പുറത്തു തരൂല. ഇങ്ങളെ തടിയോട് വല്ല തെറ്റും ചെയ്തു പോയിക്കൊണ്ടു അതേ അള്ളാഹു പുറത്തു തരുള്ളൂ പറയാൻ പോലെ പറഞ്ഞു കൊടുക്കണം. ഇത് നിങ്ങൾ ഉസ്താദുമാരുടെ ഫോണിലെല്ലാം ഇട്ട് കൊടുക്കും. നിങ്ങൾ എല്ലാവരുടെ ഫോണിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണം. ഉസ്താദുമാരെന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ എങ്ങനെ പറയണം എന്ത് പറയണം എന്ന് അറിവില്ലാത്ത ഉസ്താദുമാരും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം.
ഇത് നമ്മളെ സമൂഹത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കുട്ടിച്ചോറാവൂലേ, ലോകം കുട്ടിച്ചോറാവൂലേ? ഞാൻ ഈ ലോകം കുട്ടിച്ചോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാ പിന്നെ എന്താണ് ഭർത്താവിനും വെച്ചിട്ട് വ്യഭിചരിച്ചാ പോരെ? പെണ്ണുങ്ങളെ വെച്ചിട്ട് ഭർത്താക്കന്മാർക്ക് വ്യഭിചരിച്ചാ പോരെ? അത് ലാസ്റ്റ് തോപ ചെയ്തോളെ. പല കാലം മുഴുവൻ നമുക്ക് വ്യഭിചരിച്ച് നടക്കാം. ലാസ്റ്റ് തോപ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്നോട് ഒരു വെറുപ്പും പിടിക്കണ്ട. ഞാൻ സത്യം ഉള്ളത് വിളിച്ച് പറയുന്നതാണ്. ഈ ലോകത്തിന് വേണ്ടി, ഈ ലോക ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഈ ലോകം കുട്ടിച്ചോറാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചു പറയുന്നത്. ഈ കമന്റ് ഇടുന്ന 5 ബാളന്മാരെ തലയും തലച്ചോറിന്റെ നിങ്ങൾ ചിന്തിക്കണം. വിവരം ആണെങ്കിൽ നല്ല ഹലാലായ ഭക്ഷണം കഴിച്ചാലേ വിവരം ഉണ്ടാവുള്ളൂ. ഓക്കെ മക്കളെ, ബായ്.